വലിയൊരു ക്രൗഡിൽ എനിക്ക് പെർഫോം ചെയ്യാൻ കഴിഞ്ഞാൽ ഭയങ്കര അധികം അഭിമാനമായിട്ട് തോന്നുന്നു. ഞാൻ തുടങ്ങുക. പ്രിയപ്പെട്ടവരെ, പതിറ്റാണ്ടുകളായി നമ്മുടെ ഇടത്തനാട്ടുകരയിൽ നിലനിന്നു പോരുന്ന വിവിധ മതങ്ങളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സ്നേഹസ്പർശനങ്ങൾ നൽകിക്കൊണ്ട് നമ്മൾ ഇന്ന് ഈ കാണുന്ന അനുഗ്രഹങ്ങളുടെ കൂടെ ഓർക്കാൻ ചില നല്ല മനസ്സുകൾ നൽകിയ സൗകര്യങ്ങളിൽ ഇതുപോലെ ഒത്തുകൂടാൻ നമുക്ക് അവസരം കിട്ടിയ ഈ ദിവസത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ സമ്മതത്തോടെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തട്ടെ. അലനല്ലൂർ പഞ്ചായത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ വാർഡ് മെമ്പർമാരും ജനകീയ നേതാക്കളും വിവിധ മേഖലകളിലായി വിദ്യാസമ്പന്നരും കാരുണ്യ പ്രവർത്തനങ്ങളിലായും വിവിധ കച്ചവട സ്ഥാപനങ്ങളും നിലനിൽക്കുന്ന നമ്മുടെ ഈ നാട് ഇപ്പോൾ പേരിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്നു. നമ്മുടെ അടുത്ത പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനുത്തരവാദികൾ ഒരുപക്ഷെ അറിഞ്ഞും അറിയാതെയും നമ്മളിൽ ഓരോരുത്തരുമാണ്. കാലത്തെയോ സമയത്തെയോ ഒരിക്കലും പിടിച്ചു നിർത്താൻ പറ്റാത്ത ഈ കാലത്ത്, ഒരു സെക്കൻഡിന് പോലും വിലകളിപ്പിക്കുന്ന ഈ കാലത്ത് നമ്മളിൽ ഓരോരുത്തരും പരസ്പരം കണ്ടാൽ മിണ്ടാതെയും വലിപ്പ ചെറുപ്പ സൗഹൃദങ്ങൾ വെറും വാക്കിലായതും ഏതോ സംഘടനകൾക്കും വ്യക്തി സന്തോഷങ്ങൾക്കും വേണ്ടിയുമല്ലേ ഈ കാലമത്രയും നമ്മൾ സമയം കണ്ടെത്തിയത്. നിങ്ങളിൽ നിന്ന് ഞങ്ങൾ ഇതല്ല പ്രതീക്ഷിച്ചിരുന്നത്, നമ്മുടെ നാട് പ്രതീക്ഷിച്ചിരുന്നത്. മാറാൻ പോകുന്നില്ലെങ്കിൽ മാറ്റാൻ സമയമായി എന്ന തോന്നൽ പടർന്നു പിടിക്കുന്ന കാലമാണിത്. അതെ, യുവജനതയുടെ കാലം, സ്വപ്നങ്ങൾ കാണാൻ ധൈര്യപ്പെടുന്നവരുടെ കാലം. അങ്ങനെ സ്വപ്നങ്ങൾ കാണാൻ ധൈര്യപ്പെട്ടിരുന്ന 2 പേരിൽ നിന്നാണ് ഈ ഡയർ ടു ഡ്രീം എന്ന D2Dയുടെ തുടക്കം. ഇതൊരു തുടക്കവും ഒടുക്കവും ആവാതെ ഈ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകി വരും നാളുകളിൽ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന എടത്തനാട്ടുകരയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും നാടിന്റെ പേര് പ്രശസ്തിയിൽ എത്തിച്ചവരെയും നാട്ടിലെ കലാകാരന്മാരെയും ഉൾപ്പെടുത്തി ഒരു എടത്തനാട്ടുകര ഫെസ്റ്റ് എന്ന സ്വപ്നത്തിന്റെ കൂടെ നമ്മുടെ നാട്ടിലെ കച്ചവട സ്വപ്നങ്ങളെ ഉൾപ്പെടുത്തി ഒരു കൗണ്ടർ ഷോപ്പിംഗ് ഫെസ്റ്റിവലും ഇതിന്റെ പിറകിൽ പ്രയത്നിച്ച, ഒപ്പം കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് D2D അവാർഡ് സീസൺ 2 ആണ്. കൂടെ സീസൺ 1 ഇതിലും ഗംഭീരമായി നടത്തുവാൻ എല്ലാവിധ പിന്തുണയും പ്രതീക്ഷിച്ചുകൊണ്ടു മലബാറിലെ ഏറ്റവും പിന്നോക്കമായിരുന്ന ഒരു പ്രദേശത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ചരിത്രമാണിത്.
കുളിർത്തന്നൽ തലോടുന്ന സായാഹ്നങ്ങളും പ്രിയപ്പെട്ടവരുടെ സ്നേഹസമ്പർക്കങ്ങളും എണ്ണിയാൽ തീരാത്ത അനുഗ്രഹങ്ങളുമായി നാം ജീവിതം ആഘോഷിക്കുമ്പോൾ ചില ജീവിതങ്ങൾ നമ്മൾ ഓർക്കാറുണ്ടോ? പാലക്കാട് ജില്ലയുടെ ഒരറ്റത്ത് കിടക്കുന്ന കാടും മേടും മലകളും നിറഞ്ഞ തികച്ചും ഗ്രാമീണ കർഷകരുടെയും തോട്ടം തൊഴിലാളികളുടെയും കേന്ദ്രമായിരുന്ന റോഡുകളും പാലങ്ങളും വൈദ്യുതിയും എത്തിയിട്ടില്ലാത്ത തീർത്തും ഒരവികസിത ഗ്രാമമായിരുന്ന എടത്തനാട്ടുകര. കിഴക്ക് അതിരുകളില്ലാത്ത കാടും നീലഗിരി മലയും, തെക്ക് വെള്ളിയാറും വടക്ക് മലവാരവും, പടിഞ്ഞാറ് മലപ്പുറം ജില്ല. റോഡില്ല, പാലമില്ല, ആശുപത്രിയില്ല. 8-10 കിലോമീറ്റർ നടന്നാലാണ് ബസ് റൂട്ടുള്ള റോഡിലെത്തുക. റോഡിലെത്തി കിലോമീറ്ററുകൾ താണ്ടിയാലാണ് ഹൈസ്കൂളും ആശുപത്രിയും കാണാൻ കഴിയുക. അതുകൊണ്ട് തന്നെ പരമാവധി 4-ലോ 5-ലോ എത്തിയാൽ തുടർന്ന് പഠനമില്ല. മണ്ണിനോട് മല്ലിട്ടുള്ള ജീവിതമായിരുന്നു എടത്തനാട്ടുകര നിവാസികളുടേത്. ഓറിയന്റൽ ഹൈസ്കൂൾ സ്ഥാപിക്കപ്പെടുകയും 10ാം തരം പാസ്സായവർക്ക് തരക്കേടില്ലാത്ത ജോലിയും അതനുസരിച്ച് ജീവിത നിലവാരവും ലഭിച്ചപ്പോൾ കിട്ടിയ ഊർജം ഇവിടെ സാധാരണക്കാരെ പോലും പഴയ ചിന്താഗതിയിൽ നിന്ന് മാറ്റി ചിന്തിപ്പിച്ചു. വിദ്യയുടെ ഒരു സ്ഫോടനം തന്നെ ഉണ്ടായി. പിന്നീട് ഈ നവോത്ഥാനത്തിന് ചുക്കാൻ പിടിച്ച സകലരെയും ഞങ്ങൾ കൃതജ്ഞതാപൂർവം ഓർക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പട്ടിണിയുടെ രാപ്പകലുകളിൽ പച്ചവെള്ളവും ക്ഷമയും അന്നമാക്കിയിരുന്ന നമ്മുടെ പൂർവികർ 1905 മുതൽ നമ്മുടെ നാടിനായി ഒരുപാട് സംഭാവനകൾ ചെയ്ത മഹാവ്യക്തികളിൽ തുടങ്ങി വിദ്യാഭ്യാസപരമായും സഹായഹസ്തങ്ങളായും നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിലുണ്ടായിരുന്ന കാരണവന്മാർ. പത്രങ്ങളും മീഡിയകളും ഇല്ലാത്ത കാലത്തെ ഇവരുടെ ഓർമ്മകൾ വാക്കിലൂടെ മാത്രം നാം ഒരിക്കലെങ്കിലും കേൾക്കണം. കുടുംബത്തിന്റെ പ്രതീക്ഷകൾ പാതി വഴിയിലിട്ട് ദൈവവിളിയിൽ തിരിച്ചുപോയവർ. അതെ, അവരെ ഈ സുന്ദര രാവിൽ എങ്ങനെ മറക്കാൻ കഴിയും? മറവി ദൈവം തന്ന ഒരനുഗ്രഹമാണെങ്കിലും ഈ മുഖങ്ങൾ ഇനി വരും നാളുകളിൽ നമ്മളിൽ ഓരോരുത്തരുടേതുമാവാം. എടത്തനാട്ടുകരയിലുണ്ടായ ഈ ഉണർവ് നമുക്ക് നിലനിർത്തേണ്ടതുണ്ട്. നമുക്കും ഈ നാടിനോട് ചില കടപ്പാടുകളുണ്ട്. അതിനായി യുവതലമുറ മുന്നോട്ടിറങ്ങിയേ തീരൂ. നമുക്കിനിയും ഏറെ മുന്നേറാനുണ്ട്. ആധുനിക ലോകത്തിന്റെ നാഡീമിടിപ്പ് നാം മനസ്സിലാക്കണം. ഉയരങ്ങൾ താണ്ടാൻ നാം തയ്യാറാകണം. ഇത്രയും പുരോഗതി നേടിയ നമുക്ക് മുന്നിലുള്ള നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഒറ്റക്കെട്ടായി നാം പ്രവർത്തിക്കണമെന്ന് മാത്രം. രാഷ്ട്രീയവും മതവും നമുക്ക് തടസ്സമാവരുത്. ആഘോഷരാവിന്റെ ഈ സുന്ദര രാവിൽ നമ്മുടെ പൂർവികരുടെ ഓർമ്മകൾ ഓർത്താവട്ടെ. എടത്തനാട്ടുകര യുവജന കൂട്ടായ്മ അവതരിപ്പിക്കുന്ന ഈ D2D അവാർഡ് മെഗാ മ്യൂസിക് നൈറ്റിന്റെ പുതുപ്പിറവി.